ചെമ്പാവിൻ കുന്നില്ലിൻ ചോരോ നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂഞ്ചിരിയോ മുല്ലപ്പൂഞ്ചിരിയോ തനതിന്ത താനാതിന്ത താനാതിന്ത തിന്തിന്നോ തനതിന്ത താനാതിന്ത താനാതിന്ത തിന്തിന്നോ. യെസ്, ഹലോ മക്കേഴ്സ്, വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീഭാമ SB. അപ്പൊ എന്തിനായിരിക്കും മിസ് ഇതാ ചെമ്പാവിൻ പുന്നിലും ചോറും പാട്ടും കാര്യങ്ങളൊക്കെ പാടിയിട്ടുണ്ടായിരിക്കാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? വെറുതെ പാടിയതാണോ? അല്ല, നമുക്ക് അടിപൊളിയായിട്ടൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട് അല്ലേ? ഫുഡ് ഫോർ ഹെൽത്ത്, അല്ലെങ്കിൽ ആഹാരത്തിലൂടെ ആരോഗ്യം എന്ന് പറയുന്ന ഒരു അടിപൊളി ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതില് നമുക്ക് ഫുഡിനെ പറ്റിയാണല്ലോ മെയിൻ പരിപാടി. നമുക്ക് ഫുഡ് മടുക്കാത്ത പരിപാടിയാണല്ലോ ഫുഡ് കഴിക്കാന്നുള്ളത് അല്ലേ? മിസ്സൊക്കെ ഭയങ്കര ഫുഡി ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. ഞാനിങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ എവിടെ കിട്ടുമോ നോക്കി നടക്കുന്ന ഒരാളാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഫുഡുകളെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് ഡീറ്റെയിലിംഗ് ആയിട്ട് നോക്കിയാലോ, ഓരോന്നായിട്ട് നോക്കി പോയാലോ? സെറ്റാണോ? അപ്പൊ എല്ലാ മക്കളും ആദ്യം തന്നെ നമ്മുടെ ചാനലിൽ കാണുമ്പോൾ, ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് ജസ്റ്റ് ലൈക്ക് ഒന്ന് സെറ്റ് ചെയ്തിട്ട് വെക്കുക, ലൈക്ക് സെറ്റാക്കി വെക്കുക. ആൻഡ് ഇനി നമുക്ക് എന്ത് ചെയ്യാം, പതിയെ നമ്മുടെ കാര്യങ്ങളിലോട്ട് വരാം. അപ്പൊ മക്കളെ, നമ്മുടെ ഫുഡ് ഫോർ ഹെൽത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫുഡാണ് മെയിൻ. ഫുഡ് മുഖ്യം ബിഗിലേ എന്ന് പറയുന്ന പോലെ അല്ലേ? നല്ല ബിരിയാണി, നല്ല ഷവർമി, നല്ല മന്തിയൊക്കെ കിട്ടിയാൽ എങ്ങനെ ഇരിക്കും അല്ലേ? നമുക്ക് ഒരിക്കലും മടുക്കാത്ത പരിപാടിയാണ് ഫുഡ് കഴിക്കുക എന്നുള്ളത്. മെയിനായിട്ട് ഇപ്പം നമ്മൾ കഴിക്കുന്ന സാധനം പിസ്സ, ബർഗർ, ബിരിയാണി, അങ്ങനത്തെ സാധനങ്ങളല്ലേ മെയിനായിട്ട് കഴിക്കുക. നല്ല രീതിയിലുള്ള ഫുഡില്ലേ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അതൊക്കെ കഴിക്കുന്നവരുണ്ടോ ചോദിച്ചാൽ വളരെ കുറവായിരിക്കും. ഓരോരുത്തരോട് ഇഷ്ടങ്ങൾ ചോദിക്കുമ്പോൾ ഏറ്റവും ഫസ്റ്റ് പറയുക ചിലപ്പോൾ പിസ്സ, ബർഗർ, അങ്ങനെ രീതിയിലും ആയിരിക്കും അല്ലേ? നമുക്കത് മാത്രം കഴിച്ചാൽ മതിയോ? ഈ ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചാൽ നമ്മുടെ ബോഡി എങ്ങനെയായിരിക്കും ഇരിക്കുക? നല്ല രീതിയിലാണോ ഇരിക്കുക? അത് നമുക്ക് അറിയണമല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം വെറുതെ കഴിച്ചാൽ പോരാ, അത് നമ്മുടെ ബോഡിക്ക് അൺഹെൽത്തി ആക്കുക ചെയ്യുക സത്യം പറഞ്ഞാൽ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിക്കുന്ന സാധനങ്ങളിലൊന്നും നല്ലതായിട്ടുള്ള കണ്ടന്റുകളേക്കാൾ കൂടുതൽ കെമിക്കൽസ് ആയിരിക്കും. സോ അതുകൊണ്ട് നല്ല ഫുഡ് കഴിക്കുക എന്നുള്ളതും അതേപോലെ എല്ലാ ടൈപ്പ് ഫുഡ് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇന്ന് മിസ് വന്നിട്ടുള്ളത് നമുക്ക് ഇഷ്ടമില്ലാത്ത കുറച്ച് സാധനങ്ങൾ നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് വൺ പറയുന്നത് നമ്മുടെ ഇലക്കറികൾ അല്ലേ? ചിലർക്ക് ഇഷ്ടമായിരിക്കാം. എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു സാധനമാണ് ഇലക്കറി. എനിക്കും തീരെ ഇഷ്ടമല്ലാത്ത സാധനമാണ്. എൻ്റെ അമ്മയൊക്കെ കഷ്ടപ്പെട്ട് എന്നോട് പറയും കഴിക്കുക പറഞ്ഞ് എന്നെ കൂടെ കുത്തി കഴിപ്പിക്കുക ചെയ്യാറ്. ഈ മത്തൻ്റെ ഇല, ചീരയുടെ ഇല, മുരിങ്ങയുടെ ഇലയൊക്കെ അല്ലേ? പക്ഷേ നമ്മുടെ ബോഡിക്ക് ഏറ്റവും കൂടുതൽ വേണ്ട സാധനമാണ് ഇലക്കറികൾ. അപ്പം നമ്മുടെ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡയറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ ഡയറ്റീഷ്യൻസ് വരെ ഞാൻ പറയുന്നതാണ് ഇലക്കറികൾ ഇൻക്ലൂഡ് ചെയ്യണമെന്ന്. വൈ? എന്തുകൊണ്ടാണ് നമ്മൾ ഇലക്കറിയിൽ ഇത്രയും അധികം എന്തോ ഉണ്ട് എന്ന് പറയുന്നത്? എന്താണ് അതിനകത്തുള്ളത്? അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. എടാ മക്കളെ നോക്കിക്കോ, അയേൺ അല്ലെങ്കിൽ ഇരുമ്പ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കാണുന്നത് ഇലക്കറി, ശർക്കര, മത്സ്യം, കരള്, അതിലൊക്കെയാണ് കാണുന്നത് കേട്ടോ. ലീഫി വെജിറ്റബിൾസിലും ജാഗറിയിലും ഫിഷിലും ലിവറിലും ഒക്കെയാണ് എന്ത് കാണുന്നത്? അയേൺ അല്ലെങ്കിൽ ഇരുമ്പ് കാണുന്നത്. സോ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബോഡി നല്ല ഹെൽത്തി ആവണമെങ്കിൽ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ആവശ്യമാണ് അല്ലേ? വൈറ്റമിൻസും അതേപോലെ തന്നെ അയഡിൻ വേണം, ആൻഡ് ഈ പറഞ്ഞ പോലെ അയേൺ വേണം, ആൻഡ് മാംസ്യം, അങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങൾ, ഫാറ്റ്, കൊഴുപ്പ് അടക്കം നമുക്ക് എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബോഡിയിലോട്ട് അതിനുള്ള എഫക്റ്റ് ഉണ്ടാവുള്ളൂ. ഹെൽത്തി ബോഡി എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സാധനങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡ് ആയിരിക്കണം. സോ ഈ അയൺ അടങ്ങിയിട്ടുള്ളതാണ് ഇലക്കറികൾ. അത് നോക്കൂ, രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. പ്ലേ എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ ദ ഫോർമേഷൻസ് ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ബ്ലഡ്. ഞാൻ പറയട്ടെ, എന്താണ് ഹീമോഗ്ലോബിൻ ആദ്യം അറിയണ്ടേ? എന്നാലല്ലേ നമുക്ക് ഇത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്നത് എന്താ? നല്ല ചുവന്ന് തുടുത്തത് അല്ലേ? അപ്പൊ ചുവന്ന കളറാണ് നമ്മുടെ എന്തിനുണ്ടായിരിക്കുക? ബ്ലഡിനുണ്ടായിരിക്കുക. എന്തുകൊണ്ടാണ് ചുവപ്പ്? മഞ്ഞയും പച്ചയും ചുവപ്പ് വേറെ ഇഷ്ടം പോലെ കളറില്ലേ? മഞ്ഞയും പച്ച വെള്ളക്കില്ലേ? എന്തുകൊണ്ടാണ് ചുവപ്പ് തന്നെ ആയത്? യെസ്, അതിന്റെ റീസൺ എന്ന് പറഞ്ഞത് ഹീമോഗ്ലോബിൻ ആണ്. ഹീമോഗ്ലോബിൻ ആണ് രക്തത്തിന് ചുവന്ന നിറം നൽകുന്ന ഒരു സാധനം എന്ന് പറഞ്ഞത് കേട്ടോ. സോ ഹീമോഗ്ലോബിൻ ഇസ് എ പിഗ്മെന്റ് പ്രസന്റ് ഇൻ റെഡ് ബ്ലഡ് സെൽസ്. നമ്മുടെ ബോഡിക്കകത്ത് ബ്ലഡിനകത്ത് ഒരുപാട് കോശങ്ങളുണ്ട്. അതൊക്കെ വലിയ ക്ലാസ്സിൽ 7 എത്തുമ്പോൾ നിങ്ങൾ പഠിക്കും. RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ. ഒന്നുമില്ല, നമുക്ക് പല സമയത്തും ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ടെസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. അതിനകത്ത് RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ് ഓരോന്നിൻ്റെ കൗണ്ട് എഴുതിയിട്ടായിരിക്കും. അത് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സാധനം നമ്മുടെ ഈ RBCയുടെ അകത്തൊക്കെ ഉള്ള ഹീമോഗ്ലോബിൻ ആണ് എന്ത് ചെയ്യുന്നത്? രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത്. സോ രക്തത്തിൽ എത്തുന്ന ഓക്സിജനെ കോശങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഓക്സിജനും
പുറത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പോകും, കാര്യങ്ങളൊക്കെ ചെയ്യണം. സോ അതിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. സോ നമ്മുടെ ബ്ലഡിനകത്തുള്ള ഓക്സിജനെ എല്ലാ ഭാഗത്തോട്ടും ക്യാരി ചെയ്യുകയാണ്. ഇങ്ങനെ ഓക്സിജൻ വേണോ ഓക്സിജൻ വേണോ ചോദിച്ചാൽ നടക്കുകയാണ് ആര്? ഹീമോഗ്ലോബിൻ. അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു കൊണ്ടുപോകുന്നതും ആരാണ്? ഹീമോഗ്ലോബിൻ ആണ്. സോ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്. പിന്നെ രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അവസ്ഥയാണ് അനീമിയ. പല സമയത്ത് നമ്മൾ അനീമിയ എന്നുള്ളൊരു ഡിസീസസ് കേട്ടിട്ടുണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് ചോദിച്ചാൽ ഈ പറയുന്ന പോലെ ഹീമോഗ്ലോബിൻ കുറയുന്ന ഒരവസ്ഥയാണത് വരുന്നത് കേട്ടോ. സോ ഇത് മനസ്സിലാക്കുക. ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് റെഡ് കളർ ടു ബ്ലഡ്. ഹീമോഗ്ലോബിൻ ക്യാരീസ് ഓക്സിജൻ ടു ദ സെൽസ് ആൻഡ് ബ്രിങ് ബാക്ക് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിനെ ബ്രിങ് ബാക്ക് ചെയ്യുന്നതും ഓക്സിജനെ കൊണ്ടുപോകുന്നതും ഹീമോഗ്ലോബിൻ ആണ്. ലോ ലെവൽ ഹീമോഗ്ലോബിൻ ഇൻ ദ ബ്ലഡ് ലീഡ്സ് കണ്ടീഷൻ ഇസ് കോൾഡ് അനീമിയ. ഈ ബ്ലഡ് സെൽസ്, ഈ ബ്ലഡില് നമ്മൾ ബ്ലഡ് കുറയുന്ന സമയത്ത്, അതുപോലെ ഹീമോഗ്ലോബിന്റെ അളവൊക്കെ അതിൽ കുറയുന്ന സമയത്താണ് നമുക്ക് അനീമിയ വന്നു എന്ന് പറയാം അല്ലേ. നമ്മൾ പലരും സഫർ ചെയ്യുന്ന ഒരു സാധനമാണ് ഈ അനീമിയ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അതാണ് ഫസ്റ്റ് വൺ. ഇനി അടുത്ത അടിപൊളി ഫുഡാണ്, എല്ലാവർക്കും ഇഷ്ടമാണോ? നമ്മുടെ ഓംലേറ്റ്. നല്ല സുടാന്നിരിക്കുന്ന ഓംലേറ്റ് കാണുന്ന നമ്മൾ എല്ലാവരും അറ്റ്ലീസ്റ്റ് ഒരു നല്ല രീതിയിൽ ചോറ് കഴിക്കുക അല്ലേ. അപ്പൊ ഈ ഓംലേറ്റ് എന്ന് പറയുന്ന സാധനം എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? എഗ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. എഗ് എത്ര പേർക്ക് ഇഷ്ടമാണ് താഴെ കമന്റ് ചെയ്യണേ. ഞാൻ നോക്കൂ, ഓരോരുത്തരുടെ കമന്റ് നോക്കൂ. എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ യെസ് ഇഷ്ടമാണെന്നൊന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്യുക. അപ്പൊ ഈ എഗ് എന്ന് പറയുന്ന സാധനം നമ്മൾ എപ്പോഴും എല്ലാ ഡോക്ടേഴ്സും അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും പറയുന്നതാണ് എഗ്ഗ് കഴിക്കണം, എഗ്ഗ് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറയാം അല്ലേ. എന്തുകൊണ്ടാണ് മക്കളെ എഗ്ഗ് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറയാനുള്ള റീസൺ? അതിനകത്ത് കാൽഷ്യം ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ എഗ്ഗ്, മിൽക്ക്, പാല് നന്നായിട്ട് കുടിക്കണം എന്നൊക്കെ വെറുതെ പറയുന്നതാണോ? നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ പറയുന്നുണ്ടാവില്ല മുട്ട കഴിക്കണം, പാല് കഴിക്കണം എന്നൊക്കെ കുടിക്കണം എന്നൊക്കെ പറയാനുള്ള റീസൺ എന്താണ്? ഈ പറയുന്ന പോലെ ഒരുപാട് സാധനങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡ് ആയതുകൊണ്ടാണ്. കാൽഷ്യം അതിനകത്ത് ഉള്ളതുകൊണ്ട് തന്നെ ലീഫി വെജിറ്റബിൾസിലും ഫിഷിലും ആൻഡ് ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് അതിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ കാൽഷ്യം കിട്ടും. ഈ കാൽഷ്യമാണ് എല്ലിന് നല്ല ബലം കൊടുക്കുക. നമ്മുടെ എല്ല്, നമ്മുടെ പല്ലൊക്കെ നിർമ്മിക്കുന്ന സമയത്ത്, രക്തം നിർമ്മാണത്തിന്റെ സമയത്ത് എന്താ വെച്ചാൽ നമ്മുടെ എല്ലൊക്കെ നല്ല സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡുകളാണ് നമ്മൾ കഴിക്കേണ്ടത് കേട്ടോ. സോ ഹെൽപ്പ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബോൺസ്, ടീത്ത് അതിനൊക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതേപോലെ തന്നെ സഹായിക്കുന്നത് രക്തം കട്ട പിടിക്കാൻ വേണ്ടിയിട്ട്. ഈവൻ നമ്മളൊന്ന് വീണു, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വീണ് കഴിഞ്ഞാൽ, നമ്മൾ മുറി പറ്റിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ തുടിതുടെ വന്നുകൊണ്ടിരിക്കും അല്ലേ. അത് പതിയെ കുറെ കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ക്ലോട്ട് ചെയ്യും. അത് ക്ലോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്ത് വേണം? ഇതുപോലെയുള്ള നല്ല ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ ബോഡിക്കകത്ത് അതിനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ വേണം. സോ കാൽഷ്യം അതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്, ക്ലോട്ടിങ് ഓഫ് ബ്ലഡിനും സഹായിക്കുന്നുണ്ട്. സോ കാൽഷ്യം റിച്ച് ഫുഡും നമ്മൾ കഴിക്കണം. ഓക്കെ, ഇനി അടുത്തത് എത്ര പേർക്ക് ഇഷ്ടമാണ്? നല്ല അയില, മത്തി, ചൂര, കറ എന്നൊക്കെ പറഞ്ഞ പോലെ അയില, മത്തി, ചൂര, എന്തൊക്കെയാണ് പറയുന്നത്? അയില, മത്തി, ചൂര അല്ലേ. നാക്കുളിക്ക് പോയി, സോറിടാ. അപ്പോ ഈ സാധനങ്ങളിലൊക്കെ അല്ലേ, മത്സ്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണെന്ന് പറയാറുണ്ട്. ചിക്കനേക്കാൾ പലരും അത് ചിക്കൻ ഹീറ്റ് ആണെന്നൊക്കെ പറയും. പക്ഷെ ചിക്കനും ഭയങ്കര അത്യാവശ്യം നല്ല രീതിയിൽ പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഫുഡാണ് കേട്ടോ. അപ്പൊ ചിക്കൻ എന്ന് വെച്ചാൽ നോർമലി ഉള്ള ചിക്കൻ, അല്ലാണ്ട് ബ്രോസ്റ്റഡ് ആയിട്ടുള്ളതും പിസയും കാര്യങ്ങളും അങ്ങനത്തെ എല്ലാം മിസ് ഉദ്ദേശിച്ചത് റിയൽ ആയിട്ടുള്ള നല്ല ചിക്കൻ കറി നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ, അല്ലെങ്കിൽ ബോയിൽ ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ അത് ഭയങ്കര പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ ഈ പറയുന്ന പോലെ മത്സ്യത്തിനെ എല്ലാവരും പറയുന്ന മീൻ നന്നായിട്ട് കഴിക്കണം, മീനും നല്ലതാണെന്നൊക്കെ പറയും അല്ലേ. അപ്പൊ ഈ മീന് അല്ലെങ്കിൽ നമ്മുടെ സമുദ്രത്തിൽ ഉണ്ടാകുന്ന ഈ പറയുന്ന പോലെ കടൽ വിഭവങ്ങള്, സീ ഫുഡ്സിലൊക്കെ എന്താ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? അയഡിൻ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അതെന്തിനാ സഹായിക്കുന്നതെന്നറിയോ? തൈറോയ്ഡ് ഗ്രന്ഥി, നമുക്ക് ഓരോരോ ഗ്രന്ഥികളുണ്ട്, ഗ്ലാൻസുകൾ, ഒരുപാട് ഗ്ലാൻസുകളുണ്ട്. അതിൽ പെട്ടിട്ടുള്ള ഒന്നാണ് തൈറോയിഡ്. ഈ തൈറോയിഡ് കൂടിയാലും കുഴപ്പമാണ്, കുറഞ്ഞാലും കുഴപ്പമാണ്. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായി തൈറോയിഡ് കൂടിയവർക്കുള്ള അസുഖങ്ങൾ, കുറഞ്ഞവർക്കുള്ള അസുഖങ്ങൾ അല്ലേ. അപ്പൊ എല്ലാത്തിനും ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ലെവലാണ് നമുക്ക് ആവശ്യമുള്ളത്. അതിൽ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. സോ ഹെൽപ്പ് ഇൻ ദ ഫംഗ്ഷനിങ് ഓഫ് ദ തൈറോയിഡ് ഗ്ലാൻഡിനെ സഹായിക്കുന്ന ഈ പറഞ്ഞ പോലെ അയഡിൻ അടങ്ങിയിട്ടുള്ള ഫുഡും നമ്മൾ നന്നായിട്ട് കഴിക്കേണ്ടതായിട്ടുണ്ട്. സോ അയഡിന്, അയേണ്, കാൽഷ്യം, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ പ്രോട്ടീൻസ്, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യണം. കാരണം ഇങ്ങനെയുള്ള മിനറൽസ് ഒക്കെ നമ്മുടെ ബോഡിക്ക് ഒരുപാട് ആവശ്യമുള്ള ധാതുക്കളാണ്. സോ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങളൊരു ഫുഡ് കഴിക്കുന്ന സമയത്ത് ആലോചിക്കണം, ഇത്രയും സാധനം എനിക്ക് കിട്ടുന്നുണ്ടോ, അതോ കിട്ടാത്ത സാധനം ഏത്? അതുപോലെ വൈറ്റമിൻസ് അല്ലേ, നമ്മൾ പലപ്പോഴും പറയും കണ്ണിന്റെ ആരോഗ്യത്തിന്, നമ്മുടെ ബോഡിക്കൊക്കെ വൈറ്റമിൻസ് ആവശ്യമാണ്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ഫുഡ് ഐറ്റംസും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള രീതിയിൽ വേണം
എന്ത് ചെയ്യാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. സോ ഇത്രയും സാധനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളും അതിന് എന്താണ് ഇമ്പോർട്ടൻസും ഏതിനകത്തുള്ള എന്നുള്ള മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് പഠിക്കാനുണ്ട്. ഇതൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞു കാര്യം മാത്രമാണ്. സോ അടിപൊളിയാച്ച നമുക്കത് മറ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ മിസ് ബാക്കി കാര്യങ്ങളായിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ. സി യു ഡിയേഴ്സ്. ബൈ.